ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം. അപ്പോൾ അത് സാധാരണ നമ്മളത് അരി അരച്ചിട്ടോ അരിപ്പൊടി കൊണ്ടൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ കൂടുതൽ മധുരവും ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ സാധാരണ പാളയംകോടൻ പഴം ചേർക്കുമല്ലോ ഉണ്ണിയപ്പത്തിൽ. അപ്പോൾ ആ പഴത്തിൻ്റെ ഏകദേശം ഒരു പഞ്ചസാരയും ഷുഗറും പിന്നെ കുറച്ച് ശർക്കരപ്പാനിയെ ചേർക്കുന്നുള്ളൂ. ആകെ 4 അച്ച് ശർക്കരൻ്റെ അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 100 ഗ്രാമോളം വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് കുറഞ്ഞ വെള്ളത്തിൽ ഇതൊന്ന് ശർക്കരപ്പാനി ആക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഈ ശർക്കരയുടെ അച്ചൊന്ന് എന്തെങ്കിലും കനമുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം ആദ്യം. കാരണം നമ്മൾ കുറഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ മെൽറ്റ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സിന് ഒരു 1/3 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം വരും. ഇത് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് ശരിക്കൊന്ന് നല്ല പോലെ ഒന്ന് പെട്ടെന്ന് മെൽറ്റ് ആവണം. അതിന് വേണ്ടിയിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ശർക്കര പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചൊന്ന് അരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കാം. ഇതൊന്ന് മെൽട്ടായി വരട്ടെ. അപ്പോൾ നമുക്കിത് ചൂടോട് കൂടി തന്നെ നമ്മളെ മാവിലേക്ക് ഒഴിക്കണം. അപ്പോൾ ശർക്കരപ്പാനി ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ കപ്പിന് 2.5 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര അളവ് എന്നൊന്നുമില്ല. നമുക്ക് എത്ര അളവിലാണോ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ പൊടി എടുക്കുന്നത്, ഗോതമ്പ് പൊടി എടുക്കുന്നത്, അതേ അളവിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഈ കപ്പിന് 2.5 കപ്പാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കപ്പിന് 2.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ 1 കപ്പ് കൂടി വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ വെള്ളം കൂടി ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെയായിട്ട് ഒഴിക്കുക. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തിക്കായിട്ടാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ടത്. കാരണം നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനിയും പഴം അരച്ചതൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ലൂസാവും. അപ്പോൾ അതിന് കണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ മാവ് എത്രയാണോ എടുക്കണേ അതേ അളവിൽ വെള്ളം എടുത്താൽ കറക്റ്റായിരിക്കും. വെള്ളം ഏറുകയോ കുറയുകയോ ഇല്ല. കറക്റ്റ് പരുവത്തിൽ കിട്ടും. പിന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടുതലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ കുറച്ച് മധുരം ചേർക്കുന്നുള്ളെങ്കിലും ശർക്കരയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. മധുരം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ശർക്കര ഉപയോഗിക്കാം. അത് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. കാരണം നമ്മളിതിലേക്ക് 4 പഴം ചേർക്കുന്നുണ്ട്. പഴത്തിൻ്റെ ആവശ്യത്തിന് മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ മധുരം കൂടി കലരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മധുരം ഉണ്ടാവും. ഇതുപോലെ ഇതിനൊരു ഫോക്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടായാലും ഒരു സ്പൂൺ വെച്ചിട്ടായാലും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് ശരിക്കും മിക്സായി കിട്ടില്ല. നമ്മൾ കൈ വെച്ച് തന്നെ ശരിക്ക് കുഴക്കേണ്ടി വരും. എങ്കിലേ അത് ശരിക്കും മിക്സായി വരുള്ളൂ. പിന്നെ അതിൻ്റെ കട്ടകളൊക്കെ ശരിക്കും അങ്ങോട്ട് ഉടയണമെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ നല്ലപോലെ കുഴക്കണം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നന്നായി മിക്സായി വരുള്ളൂ. പിന്നെ മാവിനൊക്കെ നല്ലൊരു മയം കിട്ടും. നമ്മൾ കൈ വെച്ച് കുഴക്കുമ്പോൾ കണ്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റാവും. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ച് ഒഴിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ 4 അച്ച് ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ചേർക്കാം. ഞാൻ ശർക്കരയ്ക്ക് പ്രത്യേകിച്ചൊരളവ് പറയുന്നില്ല. അവനവൻ്റെ മധുരത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ശർക്കര ചേർക്കാം. ഇനി ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മാവൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ശർക്കരപ്പാനി അരിച്ചുകാണ്ട് ചേർക്കണേ. പക്ഷെ ചൂടോട് കൂടി തന്നെ ഒഴിക്കണം കേട്ടോ. ഞാൻ അടുപ്പത്തിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നാലും അതിൻ്റെ ഉള്ളിൽ
നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് നല്ലൊരു ആര് പോലൊക്കെ കാണുമല്ലോ. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടോട് കൂടി തന്നെ ശർക്കരപ്പാനി ഒഴിക്കണം. അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളിൽ ഒരു ഹാർഡായി നിൽക്കും. അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ അരിപ്പൊടി കൊണ്ടോ അല്ലെങ്കിൽ അരി കുതിർത്തിയിട്ട് അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉണ്ണിയപ്പം. അതിലേറെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്. നമ്മൾ അരി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഗോതമ്പ് പൊടിയും ശർക്കരയും ഈ പാളയംകോടൻ പഴം ഉണ്ടല്ലോ, ചെറിയ മൈസൂർ പഴം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ 2 മണിക്കൂർ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ നന്നായി കിട്ടുള്ളൂ. അപ്പോൾ വൈകുന്നേരത്തിനാണെങ്കിൽ ഒരു ഉച്ചക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി മാവ്. അപ്പോൾ ഇതാണ് പാളയംകോടൻ പഴം. ഇത്ര വലുപ്പമുള്ളത് 4 പഴമാണ് ഞാൻ അതിലേക്ക് ഇടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് തൊലി ഊരിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. 4 പഴമുണ്ട് ആ വലുപ്പത്തിലുള്ള. ആ അരച്ച പഴം ഇതിലേക്ക് ചേർക്കുക. നമ്മൾ തിക്ക് പേസ്റ്റായിട്ട് അരക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടൊന്നും അരക്കരുത്. ഗ്രൈൻഡറിൽ ഒന്ന് പഴം മുറിച്ചിട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. വെള്ളം ഒഴിച്ച് അരക്കുമ്പോൾ നമ്മളെ മാവിൽ ഒന്നും കൂടി ലൂസായി പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അതുപോലെ തിക്കായിട്ട് അരച്ചെടുക്കണം, വെള്ളം ഒഴിക്കാതെ. ഗ്രൈൻഡറിൽ ഒന്ന് ജസ്റ്റ് അരച്ചാൽ തന്നെ മതി, പഴം പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം മിക്സ് ചെയ്ത ഫോക്ക് തന്നെ എടുത്താൽ മതി. അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഇനി കൈ വെച്ച് കുഴക്കൊന്നും വേണ്ട. ഇനി സ്പൂൺ കൊണ്ടൊക്കെ മിക്സാക്കിയാൽ തന്നെ ശരിക്കും മിക്സായി കിട്ടും. നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നെയ്യാണ്. നല്ല പ്യുവർ ഗീ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ നമ്മുടെ ഉണ്ണിയപ്പത്തിന്. പശുവിൻ നെയ്യ് തന്നെ ചേർക്കാൻ ശ്രമിക്കുക, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് കറുത്ത എള്ളാണ്. നിങ്ങളടുത്ത് കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. അത് നമുക്ക് കാണാനൊരു ഭംഗിക്കും കുറഞ്ഞൊരു ഫ്ലേവറും കിട്ടും. പക്ഷേ കരിഞ്ജീരകം ഇട്ടാലും കുഴപ്പമില്ല, എള്ളാണെങ്കിലും കുഴപ്പമില്ല. ഇനി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി മിക്സ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇനി ചേർക്കാനൊന്നുമില്ല. നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഏലക്കാപ്പൊടിയും എള്ളൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമുക്കൊരു 2 മണിക്കൂർ മിനിമം വെക്കണം. അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അത് ഉച്ചക്ക് 1 മണിക്ക് വെച്ചതാണ്. ഇപ്പോൾ ഒരു 4:30ക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് മാവ്. വൈകുന്നേരം ചായയിലേക്കാണല്ലോ സാധാരണ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഉച്ചക്ക് നമ്മൾ ലഞ്ചിൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മാവൊന്നാണ് ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ സമയമാകുമ്പോഴേക്ക് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മാവ് ലെവലായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓരോരോ കുഴിയിലും 1/4 ഭാഗമായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ കുഴിയിലായിട്ട് മാവ് ഒഴിക്കാം. ആദ്യം പുറമേ ഉള്ള 4 കുഴികളിൽ ഒഴിക്കുക. നടുവിലെ കുഴി ലാസ്റ്റ് ഒഴിക്കുക. കാരണം അതിലേക്ക് കൂടുതൽ ചൂട് തട്ടും. അപ്പോൾ അത് പെട്ടെന്ന് ആയിക്കിട്ടും നമുക്ക്. അപ്പോൾ അതിൽ ലാസ്റ്റ് ഒഴിച്ചാൽ മതി. കാരണം അതിൽ ആദ്യം ഒഴിച്ചാൽ നമുക്ക് എല്ലാം ആയി വരുമ്പോഴേക്കും അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നടുവിലെ കുഴിയിൽ ലാസ്റ്റ് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ ഉണ്ണിയപ്പം ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിയും പഴമൊക്കെ ചേർന്നത് കൊണ്ട് നല്ല സോഫ്റ്റ് ആവും. അതുകൊണ്ട് മറിച്ചിടാൻ എടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാവും. സാധാരണ നമ്മൾ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ പോലെ കുറച്ച് ഹാർഡ് ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആവും. ഉണ്ടോ, സ്പൂൺ വെക്കുമ്പോൾ തന്നെ സോഫ്റ്റാണ്, അത്രയ്ക്കും സോഫ്റ്റാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അരി കൊണ്ട് ഉണ്ടാക്കുന്നതിലേറെ എത്രയോ ടേസ്റ്റ് കൂടുതലാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത് ഞാൻ എല്ലാം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് മറിച്ചിട്ട് കൊടുത്താൽ അധികം സമയമൊന്നും വെക്കണ്ട. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് വെച്ചാൽ മതി. നമുക്കിത് വാങ്ങാം, ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് മാറ്റുന്നുണ്ട്. നമ്മളെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. എണ്ണ ഇതിലേക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആദ്യം ഒഴിച്ച പോലെ തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ളതും
മാവ് ഒഴിക്കാം. ഈ ഒരു അളവ് കൊണ്ട് ഒരു 40 ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു 2.5 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ കുറഞ്ഞ ശർക്കരയെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. എന്ന് വെച്ചിട്ട് മധുരത്തിൽ നല്ല പാക മധുരമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക, കുഴപ്പമൊന്നുമില്ല. കുറച്ച് മധുരം ചേർത്താൽ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കഴിക്കാൻ പറ്റും. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരില്ല. ശർക്കര നമ്മൾ കുറഞ്ഞ അളവിലല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പവും ഞാൻ ഇതുപോലെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മളെ ഉണ്ണിയപ്പം. ഇനി നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം, അതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. ഉൾഭാഗം വെന്തോന്നൊക്കെ ഒന്ന് അറിയണ്ടേ. കണ്ടോ, നല്ല സോഫ്റ്റുമാണ്. കണ്ടോ, ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട്. നമ്മളെ കലത്തപ്പം ആരെടുക്കുന്ന പോലെ ആരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഉണ്ണിയപ്പം. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഫീഡ്ബാക്ക് അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും എൻ്റെ നന്ദി.